നിങ്ങളൊരു ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ന്യൂട്ടെല്ല ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു ബോളിലേക്ക് 100 ഗ്രാം റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിൽ ശരിക്കും ബ്രൗൺ ഷുഗർ ആട്ടോ യൂസ് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി റേഷ്യോ ആയിട്ട് അങ്ങനെ എടുക്കാം. പകുതി പൊടിച്ച പഞ്ചസാരയും പകുതി ബ്രൗൺ ഷുഗറായിട്ട് അങ്ങനെ എടുക്കാം. അതിന് ബട്ടറും ഷുഗറും നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. മാക്സിമം ചെറിയ മുട്ട ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. വലുതാകുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ അരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വന്ന മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 350 ml ബോക്സിലേക്കാട്ടാ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവാട്ടാണ് ഞാൻ എടുത്തത്. ഇതുപോലെ നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം. അതിന് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിത് കുഴച്ച് വെക്കുമ്പോൾ ഏകദേശം ഒരു ലൂസ് പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൈദ ഒന്നും ആഡ് ചെയ്യരുത്. നിങ്ങൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത് ആ ഒരു ടിന്ന് എടുക്കുക. എന്നിട്ട് പകുതി പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നടുഭാഗം ഇതുപോലെ ചെറുതായിട്ട് ഒരു ഹോള് പോലെ ഉണ്ടാക്കി കൊടുക്കണേ. അതിന് ഇതിലേക്ക് ന്യൂട്ടെല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അതിന് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ കുറച്ച് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കോമ്പൗണ്ട് ചോക്ലേറ്റ് യൂസ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം വേറെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് എടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാശും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് ചെയ്തത്. ബാക്കി വന്ന മാവ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് കാണാത്ത രീതിക്ക് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി ഒരു സ്പാച്ചിൽ വെച്ച് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്താൽ കുക്കി പൈ റെഡി. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കൽ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഫാനായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.